ഹായ് ഫ്രണ്ട്സ്, എല്ലാം കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ASM പരീക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ ASM പരീക്ഷയെക്കുറിച്ച് എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ഏത് കോഴ്സ് എടുക്കും അല്ലെങ്കിൽ ASM പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം, എന്തായാലും 10th പ്രിലിംസ് വളരെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഇനി വരുന്ന ASM നല്ല രീതിയിൽ പഠിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് കോഴ്സ് എടുക്കണം അവർ 2-3 ബ്രോഷേഴ്സ് എനിക്ക് അയച്ചു തന്നു. പല സ്ഥാപനങ്ങളുടെയും, അതായത് 2000, 1500, 1999, 2500 ഒക്കെയുള്ള ഫീസുകളുള്ള. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചേരുകയോ ഇല്ലയോ എന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഏസുമായി പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വാർത്ത നിങ്ങളൊന്ന് പോയി കാണുക. അതിൽ വിവരാവകാശ നിയമപ്രകാരം ASM അടക്കമുള്ള തസ്തികകളിൽ സപ്ലൈകോയ്ക്ക് ഇനി ഒരു PSC വഴി നിയമനം ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ASM മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ബുദ്ധിമുട്ടും. അതായത് നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ +2 ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷനോ PG ക്വാളിഫിക്കേഷനോ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയായിട്ടുള്ള രീതിയിൽ പണി കിട്ടും. പക്ഷേ വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനം നടത്തുന്നവരോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്തുന്നവരോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയില്ല. ബിക്കോസ് അവർക്ക് വേണ്ടത് ബിസിനസ് ആണ്. അപ്പം പരീക്ഷ ഇല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജോലി ഇല്ല, പരീക്ഷ നടത്തിയാലും വലിയ വേക്കൻസികൾ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലരും ചേരില്ല. അതുകൊണ്ട് തന്നെ അവരത് കൃത്യമായിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു തള്ളല്. നമുക്കിപ്പോൾ യൂട്യൂബിൽ പല വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു LDCക്ക് ആ ഒരു ലെവലിൽ നിൽക്കുന്ന പോസ്റ്റാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തള്ളിക്കൊണ്ട്, മീൻസ് എന്തായാലും ആ ഒരു LDC പോലെ നിയമനം ഒക്കെ ആ ഒരു വാർത്ത ആകുമ്പോൾ അല്ല ഒരു വീഡിയോ കാണുമ്പോൾ LDCന്റെ അത്രയെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിയമനം നടക്കുമെന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം കേരള PSCയുടെ വെബ്സൈറ്റിൽ പോവുക. 105/2020 ആണ് പഴയ നോട്ടിഫിക്കേഷൻ നമ്പർ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ. അപ്പോൾ അതിൽ എത്ര അഡ്വൈസ് പോയി എന്ന കാര്യം നിങ്ങൾ നോക്കുക. അഡ്വൈസ് പോയ ടോട്ടൽ നമ്പേഴ്സ് നോക്കണം, പിന്നെ ലാസ്റ്റ് അഡ്വൈസ് പോയ ഡേറ്റും കൂടി നോക്കണം. അപ്പോഴാണ് സപ്ലൈകോയിൽ ഇപ്പം നിയമനം നടക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി ഏകദേശം ഒരു 1.25 വർഷത്തോളം ഈ ലിസ്റ്റ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റ് ബാക്കിയുണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്ന ലിസ്റ്റിലേക്കാണ് ഇപ്പോഴേ ഈ ഒരു എക്സാം നടക്കുകയും ഇത്രയും വലിയൊരു കാഹളം പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൊടുത്ത് ആ ഒരു കോഴ്സിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ക്ലാസ്സിലേക്ക് വരുന്നതും ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള അവയർനെസ് ഇല്ലാത്തവർ ASM പരീക്ഷ, ജില്ലാതലത്തിൽ റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കോഴ്സിന് ചേരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആ ഒരു എക്സാം വേണ്ടി മാത്രമാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 10th ലെവൽ എക്സാംസ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് സെക്രട്ടറി OA, LDC ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. മീൻസ് അതിന്റെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് കടക്കുകയാണ്. സെക്രട്ടറി OA, LDC ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്നത് VFA, അതുപോലെ തന്നെ ബിവറേജ് LD, ഇതിനുള്ള നമ്മുടെ പ്രസന്റ് ഓഫീസ്, അത്തരം പരീക്ഷകൾ മാത്രമല്ല. അപ്പോൾ ഓൾറെഡി അതിനൊക്കെ ലിസ്റ്റുകൾ നിലവിലുണ്ട് താനും. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കാണ് വരിക. അപ്പോൾ ഈ ഒരു 10th ലെവൽ ASM മാത്രം നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് +2 ലെവൽ എക്സാമുകളുണ്ട്, അതുപോലെ നമ്മുടെ ഡിഗ്രി ലെവലിലെ എക്സാമുണ്ട്. ആ എക്സാമുകളൊക്കെ നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ അത് മാത്രമല്ല, ഈ അത്തരം ആൾക്കാർ പറയുന്ന ഇവരുടെ പരസ്യങ്ങളിൽ മാത്രം വിശ്വസിക്കാതെ എന്താണ് കാരണം എന്ന രീതിയിൽ മാക്സിമം നോക്കി പോവുക. ഇവർ പറയുന്ന ഒരുപാട് ബെനിഫിറ്റുകളാണ്. നിങ്ങൾക്ക് എന്താണ് അധിക ബോണസ് ലഭിക്കും, കൂടുതൽ മീൻസ് വർക്കിംഗ് ടൈം ഒക്കെ സാധാരണ ഓഫീസ് ടൈമിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും, ഒരു സെയിൽസ്മാൻ ജോബ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരുപാട് കുറച്ചും കൂടി പൈസ കൂടുതലാണ്, അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റുകളൊക്കെ അവർ ആ വീഡിയോയിൽ പറയുന്നത് കേട്ടു. പക്ഷേ അതൊന്നും അത്ര ശരിയാണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ASM കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അപ്പോൾ എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ സ്ഥിതി എന്നത് ഈ വാർത്തയിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതുമാത്രമല്ല, LD ക്ലർക്ക് പോലുള്ള തസ്തികകളും ഇപ്പോൾ ASMന്റെ അകത്ത് ഈ സപ്ലൈകോയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ട്. അതിൽ കാര്യങ്ങൾ വിശദമായി ആലോചിച്ചുകൊണ്ട് മാത്രം ഇത്തരം കോഴ്സുകളിൽ പൈസ മുടക്കുക. പ്രത്യേകിച്ച് ASM മാത്രം പോലുള്ള കോഴ്സുകളിൽ ഇപ്പോൾ ഏകദേശം 700 മുതൽ 1500, 2000, 2500 വരെയുള്ള കോഴ്സുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇവർ ഒരു 10th ലെവൽ എക്സാം ആണ്, വളരെ ജില്ലാതല റിക്രൂട്ട്മെന്റ് ആണ്, LDCക്ക് ഇക്വലന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം ജില്ലയിലൊക്കെ LDCയുടെ നിയമനം ഏകദേശം ടോട്ടൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ 1500 മുകളിൽ പോകും. അതേസമയത്ത് ASMന്റെ എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് കാലങ്ങളിൽ തന്നെ ആലോചിച്ച് നോക്കുക, അതായത് അഡ്വൈസ് നടക്കുന്ന കാലങ്ങളിൽ. പിന്നെ ഇനി വരാൻ പോകുന്ന ലിസ്റ്റും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റും കൂടി ഞാൻ പറഞ്ഞ പോലെ കേരള PSCയുടെ വെബ്സൈറ്റിൽ കയറിയ ശേഷം നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്കിയിട്ട് അത് എത്രയാണ് അതിന്റെ അഡ്വൈസ് പോയിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. ലിസ്റ്റ് ഇനിയും 1.25 കൊല്ലത്തോളം ബാക്കിയുണ്ട്. ഇതൊരു നെഗറ്റീവ് വാർത്തയായിട്ട് ആരും കരുതേണ്ടതില്ല. നിങ്ങൾ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല രീതിയിൽ എടുത്തു പോകും. പക്ഷേ ഒരുപാട് തള്ളലുകൾ ASMന്റെ കാര്യത്തിൽ കാണുന്നത് കൊണ്ട് മാത്രം പ്രതികരിച്ചു പോയതാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ റിപ്പോർട്ടറിന്റെ ഒരു വാർത്തയും ഞാൻ കണ്ടു. ആ വാർത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിച്ചു അത് കറക്റ്റ് ചെയ്യണമെന്ന് ദൈവ തീരുമാനം പോലെയാണ്. ഞാനിത് പ്രിപ്പയർ ചെയ്ത് വരുമായിരുന്നു. ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വാർത്തയും കൂടി വന്നത്. മുൻപ് തന്നെ മറ്റൊരു ചാനലിൽ ഇതിനുമായി ബന്ധപ്പെട്ട ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു പെട്ടെന്ന് കണ്ടപ്പോഴാണ് അത് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് റിപ്പോർട്ടറിന്റെ
ഈ ഒരു ന്യൂസും കൂടി വന്നത്. എന്തായാലും അത് കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും ചേരുകയോ വേണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുത്തു പോകുക. ആ ഒരു എക്സാമിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കോഴ്സ് എടുത്ത് പോകരുത്. അതിനുവേണ്ടി മാത്രമായിട്ടാണ് 2000, 2500, 3000 രൂപയൊക്കെ കോഴ്സ് എടുത്ത് പോയിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും പഠിച്ചു വരുന്നവരാണെങ്കിൽ, LDC ഒക്കെ പഠിച്ചു വന്നവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അത് പ്രത്യേകം ഒരു കോഴ്സ് എടുത്ത് പോകണം എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ചു മുന്നേറട്ടെ. ഈ വീഡിയോയിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടന്റ് വരുന്ന വീഡിയോസ് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതും അടുത്ത വീഡിയോസ് ഞാൻ ഡീറ്റെയിൽസ് ആയി പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക്